ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ജർമ്മനിലെ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, ഒരാൾ കൂടെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അയാളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് പോകാം. മഴ പെയ്യാനുള്ള ചെറിയ സാധ്യതകളൊക്കെ കണക്ക് കൂട്ടി ഞാൻ നേരെ ട്രാം പിടിക്കാൻ നടന്നു. എസനിലേക്കുള്ള ട്രാമാണ് നമുക്ക് പിടിക്കേണ്ടത്. ഞാൻ ഈ എസ്കലേറ്റർ ഇറങ്ങി താഴെ എത്തിയപ്പോഴേക്കും ദാ നമ്മുടെ ട്രാം വരുന്നു. ഇതാണ് നമുക്ക് പോകേണ്ട ട്രാം. അങ്ങനെ ട്രാം നീങ്ങി തുടങ്ങി. ഞങ്ങളുടെ മുകളിൽ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ഇതിലെങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കൃത്യമായിട്ട് കാണാം. അത് നോക്കിക്കൊണ്ട് പാട്ടും കേട്ടുകൊണ്ട് ഞാൻ ഒരേ ഇരിപ്പ് തുടർന്നു. അങ്ങനെ 38 മിനിറ്റിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ ഇതാ എസൻ എത്തിച്ചേർന്നു. അങ്ങനെ എസൻ HBF എത്തി. ഇനി ആറിയുള്ള സ്ഥലത്തേക്ക് പോകാം. ഇനി നിങ്ങൾ അകത്തേക്ക് കയറുമ്പോൾ കാണാൻ പോകുന്നതാണ് എസൻ ഹൗപ്ട്ബാനോഫ്. ഇതാ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യം ഒരു മാളിൽ കാണുന്ന ഒട്ടുമിക്ക സംഭവങ്ങളും കാണാം. ഫുഡ് കോർട്ട്, എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ അത്, DM അങ്ങനെയുള്ള മെയിൻ സെൻറ്റേഴ്സ് എല്ലാം ഇവിടെ ലഭ്യമാണ്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ആറി വരുന്ന സ്ഥലം നോക്കിപ്പോയി. 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന എല്ലാ ബോർഡും നോക്കി ഞാൻ പോയി. അങ്ങനെ എല്ലാം അത്യാവശ്യം ചുറ്റി കണ്ടപ്പോഴാണ് ഞാൻ ഓർത്ത്, അയ്യോ ട്രെയിൻ വരാറായി. ഓടി മുകളിലേക്ക് ചെന്നപ്പോഴാണ് ട്രെയിൻ ഫ്രഷ് പേറ്റും കടിച്ച് കിടക്കുന്നത്. അതും 10 മിനിറ്റ്. ദാ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ട്രെയിൻ കണ്ടില്ലേ, ഇതാണ് നമുക്ക് പോകാനുള്ള ആറി. ഇതല്ല, ഇതുപോലത്തെ ഒരെണ്ണം ഇപ്പോൾ വരും. ദേ വരുന്നതാണ്. അങ്ങനെ ട്രെയിൻ വന്ന് കിട്ടിയ സീറ്റിൽ ചാടി കയറിയിരുന്ന് മുകളിലുള്ള ഡിസ്പ്ലേയിൽ നോക്കിയിരിക്കുകയാണ്. കാരണം എത്തേണ്ട വഴിയൊക്കെ നോക്കണമല്ലോ. അങ്ങനെ നമ്മൾ അവസാനം കൊളോണിലെത്തി. ഇനി ഇവിടെ വെച്ചാണ് നമുക്ക് ഒരാളെ മീറ്റ് ചെയ്യാനുള്ളത്. സോ ഇനി മീറ്റിംഗ് പോയിന്റിലേക്ക് പോകാം. ഈ തിരക്കിൽ ഒരു വിധത്തിൽ ആളെ കണ്ടുപിടിച്ചു. ഇതാണ് ഗൗരി, എൻ്റെ ഫ്രണ്ട്. ഇനി ട്രെയിൻ വരാൻ കുറേ സമയമുള്ളത് കൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ഏതെങ്കിലും കടയിൽ കയറി ചുമ്മാ നടക്കാമെന്ന്. ഒന്നും മേടിക്കാനില്ലെങ്കിലും കടയിൽ കയറി എല്ലാത്തിൻ്റെയും വില ചോദിച്ച് നടക്കുന്ന ഗൗരിയെ നമുക്ക് കാണാം. അങ്ങനെ കടയിൽ അത്യാവശ്യം എല്ലാത്തിൻ്റെയും വില ചോദിച്ചിട്ട് ഞങ്ങൾ നേരെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി. കാരണം ഇപ്പം തന്നെ വണ്ടി വരും. അങ്ങനെ ദാ കിടക്കുന്നു നമ്മുടെ വണ്ടി. പയ്യെ എന്നിട്ട് പോയി വണ്ടി കയറാനുള്ള ഇതിലാണ്. അങ്ങനെ വണ്ടിയിൽ കയറി ഒരു വിധത്തിൽ 2 സീറ്റ് ഒപ്പിച്ചിരുന്ന ശേഷം പുറത്ത് നല്ല അടിപൊളി വ്യൂസ് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ അനൗൺസ്മെൻറ്റ്. അതായത് അടുത്ത സ്റ്റേഷനിലെത്തുമ്പോൾ ഈ ട്രെയിൻ 2ആയി പിരിയുന്നതാണ്. അപ്പം ട്രെയിൻ 2ആയിട്ട് പിരിഞ്ഞു. ഇനി പായത്ത് പകുതിയിലേക്കാണ് ഓടുന്നത്. ഏതൊക്കെ ട്രെയിനിൽ കൊണ്ട് കയറ്റുന്നു എന്നിട്ട് ഇറക്കി വിടുന്നു. ഇതെല്ലാം ചെയ്തിട്ട് ഒരു കോഴ്സിൽ ഓടുന്ന കണ്ടില്ലേ. അങ്ങനെ ഒരു വിധത്തിൽ ഓടി ട്രെയിനിൽ ചാടിക്കയറി. പെട്ടെന്ന് കിട്ടിയ ഒരു സീറ്റിൽ ചാടിക്കയറി ഞാനിരുന്നു. കാരണം 1.5 മണിക്കൂർ ട്രാവലുണ്ടേ. ഒരാൾക്ക് സീറ്റ് കിട്ടാത്തതിൻ്റെ ദേഷ്യവും വിഷമവും ആ കണ്ണുകളിൽ ഞാൻ കണ്ടു. അതിനുശേഷം സീറ്റ് ഫ്രീ ആയപ്പോൾ അടുത്തേക്ക് വന്നിരുന്നോളാൻ പറഞ്ഞിട്ടും ആ ദേഷ്യം കൊണ്ട് വരാതിരിക്കുന്ന ഗൗരിയെ നമുക്ക് കാണാം. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ കോബ്ലൻസ് ഹൗപ്ട്ബാനോഫിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. രാവിലെ എന്നോട് മഴയും തണുപ്പുമാണ്, അതുകൊണ്ട് നീ കോട്ടിട്ടിട്ട് വന്നിട്ടില്ലടാ എന്ന് പറഞ്ഞ് കളിയാക്കിയാൽ ഇപ്പോൾ ഒടുക്കത്തെ ചൂടുകൊണ്ട് കോട്ടൂരുന്ന ദൃശ്യം. അതിനുശേഷം വിശന്ന് വലയുന്ന ഞങ്ങൾ ആദ്യം ഓടിച്ചെന്നത് എവരുടെയും സ്വർഗമായ മക്ഡൊണാൾഡ്സിലേക്ക്. അവിടുന്ന് വയർ നിറച്ച് ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ അടുത്ത് പോകാനുള്ള സ്ഥലം മനസ്സിലാലോചിച്ചും ഗൂഗിളിൽ സെർച്ച് ചെയ്തും ഞങ്ങൾ യാത്ര തുടരുന്നു. ഈ കാണുന്നതാണ് കോബ്ലൻസ് ഹൗപ്ട്ബാനോഫിൻ്റെ പുറംവശം. അങ്ങനെ ഗൂഗിൾ മാപ്പ് വിട്ട് ഞങ്ങൾ നടപ്പ് തുടങ്ങി. ഇങ്ങോട്ട് പോകാൻ എന്തൊക്കെയോ പ്ലാനുണ്ട്. ഇവിടെ വല്ല അറിയോ? അറിയില്ല. ഇനി റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ആ സിഗ്നലിലെ വാക്കിംഗ് സിഗ്നൽ ഓൺ ആവണം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ്. അതിനുശേഷം ഗൂഗിൾ മാപ്പ് വെച്ച് ഗൗരിയുടെ പുറകെയുള്ള സഞ്ചാരം. പിന്നെ എല്ലാവർക്കും ഇങ്ങോട്ട് നടന്നേ. എന്തൊക്കെ കാണുന്ന ഒരു സ്ഥലത്തേക്ക് പോണെങ്കിൽ നീ ഗൂഗിൾ മാപ്പ് നോക്കിക്കോ, ഞാൻ നോക്കിക്കഴിഞ്ഞ് വേറെ ഡോട്ട് പോകും. ഇങ്ങനെ ദേ വേറെ കോട്ട പോണു. അപ്പം തന്നെ ഗൂഗിൾ മാപ്പ് ഞാൻ കയ്യേറി. എന്നിട്ട് ഒരേ നടത്തം. അങ്ങനെ നടന്ന് ഞങ്ങൾ എത്തിയത് കുറച്ച് ശില്പങ്ങളുടെ അടുത്താണ്. നല്ലൊരു ശില്പകല. അതിനുശേഷം ഈ സ്റ്റാച്ചുവിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ നടന്ന് ഞങ്ങളൊരു പാർക്കിലെത്തി. ഇതാണ് ആ പാർക്ക്. പാർക്ക് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് എത്തിയത് ഒരു റിവർ സൈഡിലാണ്. ഈ റിവറിനെ കുറിച്ച് എന്നോട് ഗൗരി പറഞ്ഞത് 2 സിറ്റികളുടെ നടുവിലൂടെ ഒഴുകുന്ന റിവറാണ് ഇതെന്ന്.
അതിനുശേഷം ബാക്കി ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാനുള്ള തിരച്ചിലായി ഞങ്ങൾ. അതിനുശേഷം ഞങ്ങൾ പോയത് ഇവിടെയുള്ള ഒരു ഗാർഡനിലേക്കാണ്. അപ്പോഴാണ് അവിടെ അടുത്ത് കുറേ കല്യാണങ്ങൾ നടക്കുന്നത് കണ്ടത്. ഇതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ എത്തിപ്പെട്ടത് വലിയൊരു സ്റ്റാച്ചുവിൻ്റെ മുന്നിലേക്കാണ്. അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാമെന്ന് കണ്ടുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. കുറേ സ്റ്റെപ്പ് കയറി അകത്ത് ചെന്നപ്പോഴാണ് വീണ്ടും സ്റ്റെപ്പ് കയറിയാലാണ് അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ എന്ന് കണ്ടത്. അങ്ങനെ സ്റ്റെപ്പ് കയറൽ തുടങ്ങി. ഇതാ അകത്തേക്കുള്ള പ്രവേശനം. ഇതാണ് ആ സ്റ്റാച്ചുവിൻ്റെ ഉള്ളിൽ. അതെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചുട്ടുപൊള്ളുന്ന വെയിലത്തോടെ ഞങ്ങൾ അടുത്ത സ്ഥലം തപ്പി നടന്നു. അങ്ങനെ നടന്ന് അത്യാവശ്യം തിരക്കുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചു. നല്ല മനോഹരമായ സിറ്റി. അങ്ങനെ ഈ സിറ്റിയിലെ സൗന്ദര്യമെല്ലാം ആസ്വദിച്ചതിന് ശേഷം തിരിച്ച് ഹൗട്ട് മാനോഫിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ രണ്ട് സഹോദരന്മാരെ കണ്ടത്. അതിനുശേഷം തിരിച്ച് ബാനോഫിലേക്കുള്ള നടത്തം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. നമ്മൾ എന്നിട്ട് ഇനിയിപ്പോൾ തിരിച്ച് വന്നിക്കുവാണ്. അപ്പോഴാണ് വീണ്ടും പണി കിട്ടിയത്. ട്രെയിൻ വീണ്ടും ഫ്രഷ് പേറ്റി മേടിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അതുവരെ ഇതുങ്ങളുടെ കൂടെ നിൽക്കണം. അപ്പോൾ ശരി, അടുത്ത വ്ളോഗ് കാണാം.